വഴിയിൽ വീണുകിടക്കുന്ന മനുഷ്യരെ ഓർത്ത് നെഞ്ചു പിടഞ്ഞുകൊണ്ട് രാഹുൽ രാജ്യത്തിന് ഒരു ഉറപ്പ് നൽകി. കൂട്ടത്തിൽ ഇത് മോദി ഗ്യാരണ്ടിയെ പോലെയല്ല, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തീർച്ചയായും നടപ്പിലാക്കുമെന്നുള്ള രാഹുലിന്റെ ഉറപ്പാണ്. രാഹുലിന്റെ ഉറപ്പിൽ രാജ്യത്തെ വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കുകയും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ കാറ്റ് വീശുകയുമാണിപ്പോൾ. ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു, ചരിത്രത്തിൽ ആദ്യമായി ഈ തെരഞ്ഞെടുപ്പ് ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് എന്ന്. റാണി ലക്ഷ്മിഭായിയുടെ കർമ്മഭൂമിയിൽ താൻ ഉറപ്പു നൽകുന്നു എന്നാണ് രാഹുൽ പറയുന്നത്. നരേന്ദ്രമോദിയും RSSും എന്നല്ല, ലോകത്തിലെ ഏതൊരു ശക്തിയെയും ഈ ഭരണഘടന തകർക്കാൻ അനുവദിക്കില്ല എന്ന് രാഹുൽ അങ്ങനെ ഉറപ്പിച്ചു പറയുകയാണ്. ശേഷം അദ്ദേഹം ചില കണക്കുകൂട്ടലുകൾ നടത്തുന്നുണ്ട്. മോദി എന്തൊക്കെയാണ് ഈ രാജ്യത്ത് ചെയ്തു കൂട്ടിയത് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ഉറപ്പ് നൽകുന്നത്. നരേന്ദ്രമോദി യുവാക്കളോട് അഴുക്ക് ചാലിൽ നിന്നും പൈപ്പിട്ട് ഗ്യാസ് എടുത്ത് കൊക്കോട് ഉണ്ടാക്കി വിൽക്കാൻ പറഞ്ഞു എന്നും 100 സ്മാർട്ട് സിറ്റികൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞ് പാലിച്ചില്ല എന്നും കോവിഡ് വന്നപ്പോൾ ഒരുപാട് പേർ വഴിയിൽ മരിച്ചു വീണു എന്നുമാണ് പറയുന്നത്. ഓക്സിജനും വെന്റിലേറ്ററും ഇല്ലാത്തതാണ് കാരണം. അപ്പോൾ നരേന്ദ്രമോദി കൈയടിക്കാനാണ് പറഞ്ഞത്. കൈയടി കണ്ടോ പ്രയോജനമില്ലെന്ന് കണ്ടപ്പോൾ മൊബൈൽ ലൈറ്റ് തെളിയിക്കാൻ പറഞ്ഞ ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അത് മോദിയാണ്. ഇത്തരം കാര്യങ്ങൾക്കൊടുവിലാണ് രാഹുൽ ആ ഉറപ്പ് നൽകുന്നത്. കൂടാതെ വരുന്ന ജൂലൈയിൽ ഝാൻസിയിലെ ആളുകൾ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ 8,500 രൂപ വന്നിട്ടുണ്ടാകുമെന്നും BJP ഭരണത്തിൽ ഏറ്റവും വേദനിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കർഷകരാണ്, അതിനാൽ ഇന്ത്യ സഖ്യത്തിന്റെ സർക്കാർ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുമെന്നും കൂടാതെ GST ഭേദഗതി ചെയ്യുമെന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അഗ്നിവീർ പദ്ധതി ചവറ്റുകൊട്ടയിലെറിയും. ബുദ്ദേൽഖണ്ഡിൽ പ്രതിരോധ ഫാക്ടറി തുടങ്ങുമെന്ന് പറഞ്ഞ് മോദി ജനങ്ങളെ വഞ്ചിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ സർക്കാർ വന്നാൽ മോദി നൽകുന്നതിനേക്കാൾ കൂടുതൽ സൗജന്യ റേഷൻ നൽകുമെന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഉറപ്പിൽ വ്യക്തമാക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഈ ഭരണഘടനയെ സംരക്ഷിക്കാനാണ് എന്ന് ഒരു നേതാവിന് പറയേണ്ടി വന്നെങ്കിൽ മറ്റൊരു നേതാവിന്റെ പിടിപ്പുകേടുകൊണ്ടാണത്.